ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് കുറേ ചക്കപ്പഴം ഇന്ന് കിട്ടി. അപ്പോഴത്തേക്കിന് ഞാൻ ഓർത്തു എളുപ്പത്തിലൊരു ചക്ക കൊണ്ട് അട എങ്ങനെ ഉണ്ടാക്കാം എന്ന് കാണിക്കാമെന്ന്. അതിനുവേണ്ടി ചക്കപ്പഴം കുറേ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ട് മിക്സിയുടെ ജാറിലിട്ട് കുറേശ്ശെ അരച്ചെടുക്കാം. മുഴുവൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയും നമുക്ക് അരച്ചെടുക്കണേ. അങ്ങനെ ചക്ക മുഴുവൻ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിപ്പൊടി കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം അരിപ്പൊടി ഇതിലേക്ക് കുറേശ്ശെ ഇടുകയാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പ്, ഇതിലേക്ക് കുറച്ച് തേങ്ങ, ഇതെല്ലാം ഇന്നിപ്പോൾ ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. ഇതിൻ്റെ ബാക്കി ഞാൻ ഒരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് മോൻ വരുമ്പോഴത്തേക്കിന് അടുത്ത ആഴ്ച മോൻ വരുമ്പോൾ അവൻ മാറ്റുകയാണ്. ഇത് ഇനി ശർക്കര ഉപയോഗിച്ചാണ് ഉണ്ടാകുന്നത്. ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും. ഇന്ന് 4 മണിക്കത്തേക്ക് വേണ്ടി ഇവിടെ എല്ലാവർക്കും പഞ്ചസാര ഇട്ടാണ് ഉണ്ടാക്കുന്നത് ഇഷ്ടം. പക്ഷേ പഞ്ചസാര ശരീരത്തിന് അത്ര നല്ലതല്ലല്ലോ. അതുകൊണ്ട് അപ്പം പഞ്ചസാര ഇട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി കുറച്ച് പഞ്ചസാര ഞാനിതിലേക്ക് ഇടുകയാണ്. കുറച്ച് ഏലക്കായും ജീരകവും കൂടി പൊടിച്ചതും ഇതിലേക്ക് ഇടുക. കുറച്ച് തേങ്ങയും കൂടി ഇടുക. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് കുഴയ്ക്കുക. ഒന്ന് ഇത് റെസ്റ്റ് ചെയ്യട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇത് പുഴുങ്ങാനുള്ള വെള്ളം ചൂടാക്കാം. അപ്പച്ചമ്പ് വെച്ച് ചൂടാക്കാം. അപ്പച്ചമ്പ് വെച്ച് വെള്ളമെല്ലാം തിളച്ചിട്ടുണ്ട്, ആവി വരാൻ തുടങ്ങി. ഇനി നമുക്ക് അടയുണ്ടാക്കി. എനിക്ക് ഇടനേല കിട്ടിയില്ല, അപ്പം ഞാൻ വാഴയിലയിൽ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. ഇടനേല കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ തൽക്കാലം വാഴയിലയിൽ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. ഇതാകുമ്പം ചക്ക വിളയിക്കണ്ട, ഒന്നും വേണ്ട, മിക്സിയിലടിക്കുക, അരിപ്പൊടിയായിട്ട് കൂട്ടുക, പഞ്ചസാര ഇടുക, ഏലക്കായ ഇടുക, തേങ്ങ ഇടുക, എന്നിട്ട് വേഗം ഉണ്ടാക്കുക.
എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ചക്കയടയാണ് ആണിത്. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്നൊരു പലഹാരമാണിത്. നല്ലവണ്ണം ആവിയൊക്കെ വന്ന് ഇതൊന്ന് നമുക്ക് മറിച്ച് വെക്കാം, അല്ലെങ്കിൽ വേവ് ശരിയാകത്തില്ലേ. ഒന്ന് ഇളക്കി ഒക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഒരു 5-10 മിനിറ്റ് വേവിക്കാം. ഇപ്പം നമ്മുടെ ഇലയുടെ എല്ലാം വെന്തിട്ടുണ്ട്. നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ചക്കയടയാണിത്. ഇലയുടെ ചക്കയട ആണിത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണിത്. ഇന്നത്തെ ഞങ്ങളുടെ 4 മണി പലഹാരമാണിത്. ഇഷ്ടമായെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.